സോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നൊരു ട്രിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിക്കേവ്സിനും ഡ്രീമിനെയൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനും ഡിക്കേവ്സിനെ ഡ്രീമിനെ പോലെ ഫാസ്റ്റ് ബ്രിഡ്ജിങ് ചെയ്യാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കുറേ നേരം ശ്രമിച്ചു. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് ഞാൻ ഒരു മനസ്സിലായത്. അപ്പോൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പോകണം ഞാൻ. അപ്പോൾ 3, 2, 1 ഗൈസ്, ഇതുപോലെ ചെയ്താൽ മതി. വെറും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ നെതറിൽ പോയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഒബ്സിഡിയൻ എടുക്കട്ടെ. മൊബൈൽ പ്ലെയേഴ്സിൻ്റെ ട്രിക്കാട്ടോ. പി സിയിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരാരും ഈ വീഡിയോ കാണണമെന്നില്ല. മൊബൈൽ ഉണ്ടെങ്കിൽ ഫ്രീ. പോയി കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ചത്ത്. ഓക്കെ, ഇപ്പം ഞാൻ എങ്ങനെ ഫാസ്റ്റ് പഠിച്ചിട്ട് എവിടുന്ന് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചോദ്യം. അപ്പം ഞാൻ ഇത് പഠിച്ചതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നാളുകളെടുത്തിട്ടാണ്. ഒരു 3 മാസം എന്തോ ഞാൻ എടുത്തിട്ടാണ് ഇത് പഠിച്ചത്. 3 മാസം ഇല്ല എങ്കിൽ ഒരു മാസം എടുത്തിട്ടാണ് ഞാൻ ഇത് പഠിച്ചത്. ഈ മൂലയ്ക്ക് നമ്മൾ മറ്റേ ബ്ലോക്ക് വെച്ച് തുടങ്ങുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് ഞെക്കി തുടങ്ങുമ്പോൾ അപ്പം തന്നെ തിരിഞ്ഞു പോകണം. 3 അല്ല, ബാക്കിലോട്ട് എടുത്തോളാം. 3, 2, 1 ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോയാൽ മതി. എത്ര ദൂരം വേണമെങ്കിലും പൊക്കും. വീഴും. അതാണ് നമ്മൾ അതിയായ കൺട്രോൾ തെറ്റിക്കഴിഞ്ഞാൽ എന്തായാലും വീഴും. അതെനിക്ക് ഉറപ്പാണ്. കൺട്രോൾ തെറ്റിക്കഴിഞ്ഞാൽ എന്തായാലും വീഴും. അപ്പം ഇവിടെ ക്രൗച്ച് ഉണ്ടാകും. അതുപോലെ കൺട്രോൾ തെറ്റിക്കഴിഞ്ഞാൽ വീഴും. ഞാൻ അന്ന് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു. എടാ, ഇപ്പം എൻ്റെ കൺട്രോളൊക്കെ പോവാട്ടോ. ഞാനിപ്പം മാൻഹണ്ടൊക്കെ കളിക്കാനിരിക്കുക. എനിക്ക് അറിയാം മാൻഹണ്ടൊക്കെ കളിക്കാം. അതിന് മാൻഹണ്ടിനകത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ എടോ നീ കിടിലവാടാന്നൊക്കെ പറയാൻ വേണ്ടിയേ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. അവളുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാം. അങ്ങനത്തെ ഒരു ട്രിക്കായത്. അതാ കണ്ട എനിക്കറിയാം അത് ഭയങ്കര പാടാണ്. കാരണം എന്താണെന്നോ, നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാലേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വീഴും. ആ സമയത്ത് നമ്മളിങ്ങനെ ചരിഞ്ഞും മറിഞ്ഞൊക്കെ കഴിഞ്ഞാലേ ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പോൾ അതാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാലേ പ്രശ്നം ഉണ്ടാകത്തില്ല. അറിയാതെ തീയാക്കാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എപ്പോൾ ചത്തെന്ന് ചോദിച്ചാൽ മതി. നമ്മൾ കിടയിലല്ലേ. സത്യം പറഞ്ഞാൽ വളരെ തിരിഞ്ഞൊക്കെ ചെയ്യുന്നത് ജോയിസ്റ്റിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാനിപ്പോൾ എത്ര ദൂരം വന്നത്. ഓ ഗൈസ്, ഞാൻ നട ആണ് ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് നടന്ന്. അതെ, നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ കയറി പോകണമെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്താൽ മതി. അത് നമ്മൾ ക്രൗച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യണം.
ക്രൗച്ച് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യണം. എനിക്ക് മറ്റേ ബോട്ടുകൾ വെച്ചൊന്നും എനിക്ക് അത്ര പടി. പെട്ടെന്ന് ചെയ്തോണം. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. കൺട്രോൾ തെറ്റിക്കഴിഞ്ഞാൽ എന്തായാലും വെള്ളത്തിൽ പോകും. അടിപൊളി. അതെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത്തെ വട്ടം ചെയ്തോളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ക്രൗച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കയറി നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞും വളഞ്ഞും പോകണേ, അത് ഭയങ്കര റിസ്ക്കാണ്. നമ്മുടെ മാനുവലിലൊക്കെ നമുക്ക് ടെൻഷൻ പിടിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഭയങ്കരമായിട്ട് സ്പീഡിൽ ഇങ്ങനെ ചെയ്യും. അതാണ് നമ്മളെ പ്രശ്നം. അവരെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ കിങ് ആവും ഗൂയ്സ്. അയ്യോ, ഞാനിത് എവിടെ കയറി നിൽക്കും? ഞാനിവിടെ അല്ല കയറി നിൽക്കട്ടെ. അവിടെ കയറാം. ഈസി. ഇപ്പം ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചു. മാനുവലൊക്കെ കളയുമ്പോൾ കിടിലമായിട്ടുള്ള സ്കില്ലാണ്. ഇത്രയും കിടില സ്കില്ല് ഞാൻ ഇതൊരു ഈസി പീസി ടു ട്രൈ ബ്രിഡ്ജ്. ഞാൻ ഡ്രീമിൻ്റെ കൂടെ ബ്രിഡ്ജിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ കിടിലമായിരിക്കും അല്ലേ? എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര കിട്ടില്ലായിട്ട് പറയും. നമ്മളതിനെ പുകഴ്ത്തി അങ്ങ് പറയും. അന്നേരം നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഞാൻ കിങ് ആയല്ലോ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഞാൻ പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് ഇതായി. എടാ ഇപ്പം എന്താണ് എന്നെ കൊണ്ട് പറ്റാതെ? ഞാൻ ഇത് ഭയങ്കര ആംഗിൾ ഭയങ്കര ഇതായിപ്പോയി. ഞാൻ ഭയങ്കര കഷ്ടമായി. അപ്പോൾ ഞാൻ എന്തിനാ ക്രൗച്ച് ചെയ്താൽ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ തുടങ്ങും. അതെന്താ അവിടെ അങ്ങനെ പറ്റാത്തത്? നേരത്തെ എന്നെ കൊണ്ട് പറ്റുമായിരുന്നല്ലോ. ഓ ഫ്രീക്ക്. Oh, free. I got a curry. ഞാനിവിടെ പെട്ടുപോയി സുഹൃത്തുക്കളെ. അയ്യോ മുങ്ങി ഇവനെയാണ്. Man.
എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ടെ നിങ്ങൾ കുറച്ച് ഷോയൊക്കെ ഇറങ്ങി അന്നേരം അവർ വിചാരിക്കും നീ ഭയങ്കര പൊട്ടനാ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പെട്ടെന്ന് നിന്നെ ആക്രമിക്കാനോ അന്നേരം നിന്നെ മാസം കിടക്കുക അത്രയേ ഉള്ളൂ. അല്ലേ സുഹൃത്തുക്കളെ, ക്യാമറ ഇടയ്ക്കൊക്കെ തിരിഞ്ഞു. അയ്യോ എങ്കതേ അത്രയും ദൂരമൊന്നും ഞാൻ പോകത്തില്ല. പാവം ലാവയിലേക്ക് പോയി. അയ്യോ അടങ്ങി വിടിയോടെ ഞാൻ വെള്ളത്തിൽ പോയേ. അയ്യോ ലാവേ പോയേ. കയറി എന്ന് അവർ പറയും. പക്ഷെ നമ്മൾ മണ്ടത്തരം കാണിക്കാത്ത മാസ് കാണിച്ചത് വാട്ട് ദ ഫക്ക് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. എന്താണോ നീ ഇത് ഇങ്ങനെയാണോ ചെയ്തേ? എടാ നീ ഭയങ്കര കിടലോളല്ലോടോ, കൊട്ടരോളോ, വട്ടരോളോ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. നമ്മൾ മറ്റേ മാസം കേട്ടോ. എടാ എന്നെ കൊണ്ടെന്താ പറ്റാത്തേ? ഞാൻ നേരത്തെ അത് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ. ഇത്രയും നാൾ വീഡിയോ ഇടാനെന്ന് വെച്ചാൽ എനിക്ക് പനി പിടിച്ചേ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ. വാട്ട് അതെന്താണ് മാൻ? rock your body, rock your body, come on, rock your body, rock your body, rock your body, come on, rock your body. എടാ മാൻ അതെന്താ എന്നെ കൊണ്ട് പറ്റും? ക്യാമറ ഇങ്ങനെ തിരിഞ്ഞു പോവാടേ, ആ വേറൊരു പ്രശ്നം. 3, 2, 1 സ്റ്റാർട്ട്. എടാ അത് എന്താടാ? 3, 2 ഞാൻ വീണോ? ഞാനവിടെ അയ്യോ ഹെയ്ബെയിൽ ക്ലച്ച്. ഹെയ്ബെയിൽ എവിടെയാണ് സുഹൃത്തുക്കളെ? ഹെയ്ബെയിൽ മെസ്സേജ്. നമ്മളപ്പോൾ ഇവിടുന്ന് ക്ലച്ച് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഓ വേണ്ട, അത്രയും ഹൈരിന്നൊക്കെ ക്ലച്ച് ചെയ്താൽ ചത്തു പോകും, അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ ജസ്റ്റ് ക്രിയേറ്റീവ് മോഡിൽ അതെന്താണത് അടിയിൽ പോയോ അത്? അയ്യോ ഞാനിത് എങ്ങോട്ടാ പോകും? എടാ അവിടെ എന്താ തുമ്പുകി അല്ല മിങ്കിള് കളിക്കുന്നത്? ഞാനിത് എങ്ങോട്ടാ പോകുന്നേ? അയ്യോ പക്ഷേ അത് ഭയങ്കര മാസമായിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അമ്മേ. ഓ മൈ ഗോഡ് യെസ്, അവിടെ ഹൈവേയിൽ പോയേ. അത് ശരി. വാട്ട് ഡു ഐ നോ നൗ സുഹൃത്തുക്കളെ? വാട്ട് ഡു ഐ നോ നൗ? I just jump straight down from here. അതെന്താ അവിടെ എന്താ ബ്ലോക്ക് വരാത്തേ? ഞാൻ കറക്റ്റ് അയച്ചിട്ടാണ്. ഹൈവേ ക്ലച്ച് അറിയാത്തവനെ ഞാൻ ഈ എളുപ്പ പരിപാടിക്ക്
ഹേബയിൽ വെച്ച് ചെയ്യുന്നത്. ഒഫ്സൈഡ് വെച്ച് മാത്രം. എടാ എന്തിനാടാ വീഴുന്നേ? എന്നെ പിന്നെ എന്തൊക്കെ ഇടയ്ക്ക് ലാഗ് ഉണ്ട്, അതിൻ്റെ ആണോ വീഴുന്നതെന്ന് എനിക്കറിയത്തില്ല. എടാ മാൻ, ഞാൻ ഞാൻ സ്പീഡ് കൊടുക്കുന്നില്ല പൈസ. അയ്യോ അയ്യോ, സ്പീഡ് കിട്ടും. സ്പീഡ് കൊടുത്തില്ലേ വീഴുമല്ലേ. ഇപ്പം ഇവിടെ നിങ്ങളെ തെറ്റി വീഴുകയില്ല. ഞാൻ നേരെ അവിടെ എന്തായാലും ഹെവി ക്ലാസ് ഒന്നും പറ്റുന്നില്ല. അവിടെ ചത്തെന്ന് പറഞ്ഞാൽ മതി. മാൻഹണ്ടെങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് മതി, ചത്തോന്ന് പോലും നമുക്കറിയത്തില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കൂട്ടുകാരൻ ചോദിക്കുമോ? ഞാൻ പറയും ഞാൻ ചത്തു, അത്രയേ ഉള്ളൂ. എടാ അതെന്താണ് അവിടെ കയറാൻ പറ്റാത്തത്? ഭയ ഞാൻ ജമ്പ് ബട്ടൺ അമർത്തില്ല. ഫേക്ക് man, I drop. Oh my gosh, please man. Oh my gosh, I died. നമ്മളെ lava resistant, fire resistant വല്ലതും ഉണ്ട്. ഓക്കെ, എനിക്ക് പിന്നെ എനിക്കത് കയറാക്കുന്നതിൻ്റെ സുഹൃത്തുക്കളെ. 3, 2, 1. അത് കറക്റ്റായിട്ട് ചാടും. എടാ പൊന്നെ, എനിക്കൊരു കൺട്രോൾ എങ്ങനെ വേണ്ടയോ? അടിപൊളി. അവിടെ സാധനം വീട്. ഞാൻ അത്ര വലിയ പ്ലെയറൊന്നും അല്ല, എന്തിനും ഞാൻ ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചാൽ കൂട്ടും. ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എനിക്കത് വീഡിയോ എടുക്കാൻ ഒന്നാമത് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് ചുമ്മാ ഞാൻ വീഡിയോ എടുക്കുക സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കണ്ടന്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം നാളെ തന്നെ ഞാൻ പുതിയൊരു വീഡിയോ. ബൈ ഗൈസ്.